യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. ഇതിനെ യോഹന്നാൻ കോമ എന്ന് വിളിക്കും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളിന്റെ ഇംഗ്ലീഷ് വിവർത്തനമായ കിങ് ജെയിംസ് വേർഷനിൽ നമുക്ക് നോക്കാം. For there are three that bear record in heaven, the Father, the Word and the Holy Ghost, and these three are one. അതായത് സ്വർഗത്തിൽ 3 പേർ സാക്ഷ്യം നൽകുന്നു, പിതാവ്, വചനം, ആത്മാവ്, ഇവർ ഒന്നാണ്. ഇനി നിങ്ങളുടെ മലയാളം ബൈബിൾ എടുത്തിട്ട് ഈ വചനം ഉണ്ടോ എന്ന് നോക്കിയേ. എന്തുകൊണ്ട് ഇംഗ്ലീഷ് പതിപ്പിലുണ്ട് പക്ഷെ മലയാളത്തിലില്ല? അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ച് പുറകിലോട്ട് പോകണം. 1516 പണ്ഡിതനായിട്ടുള്ള ഇറാസ്മസ് ആദ്യമായി ഗ്രീക്ക് പുതിയ നിയമം പ്രിന്റ് ചെയ്തു. പക്ഷെ അതില് ഈ വാക്യം ഉണ്ടായിരുന്നില്ല. 1519 2-ാം പതിപ്പിലും ഈ വാക്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന ലത്തീൻ പതിപ്പുകളിൽ ഈ വാക്യം ഉണ്ടായിരുന്നു താൻ. ഓർക്കേണ്ട ഒരു കാര്യം, പുതിയ നിയമം ആദ്യമായി എഴുതിയത് ഗ്രീക്കിലാണ്. എന്നിട്ട് ഗ്രീക്കിൽ നിന്ന് ലത്തീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇറാസ്മസ് ഈ വചനം ഒഴിവാക്കിയതിന്റെ പേരിൽ വളരെയേറെ മാനസിക പീഡനമേറ്റു. 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ആരോപിച്ചത്. ഒന്ന്, ത്രിത്വത്തെ തള്ളിക്കളഞ്ഞു. രണ്ടാമത്തേതായിട്ട് ബൈബിളിനെ കളങ്കപ്പെടുത്തി. മൂന്നാമതായി മതവിരുദ്ധത, ഹെറസി. ഇറാസ്മസിന്റെ വാദം ഇതായിരുന്നു: ഏതെങ്കിലും ഒരു പഴയ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റില് ഈ വചനം കാണിച്ചാല് അടുത്ത ഗ്രീക്ക് പതിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഒരു ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഇറാസ്മസ് പറഞ്ഞ പോലെ 3-ാം പതിപ്പിൽ ഈ വാക്യങ്ങൾ കൂട്ടിച്ചേർത്തു. പിന്നീട് ഗ്രീക്കിൽ നിന്നുള്ള ഈ 3-ാം പതിപ്പിനെ ആധാരമാക്കിയാണ് കിങ് ജെയിംസ് വേർഷൻ ഉണ്ടായത്. ഏറ്റവും പ്രചാരമുള്ള ഈ കിങ് ജെയിംസ് വേർഷനിലെ യോഹന്നാൻ കോമ വായിച്ച് എത്രയോ പേർ ത്രിത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടാകും. എന്നാൽ അവരിൽ എത്ര പേർക്ക് ഈ ചരിത്രം അറിയാം? നമ്മളിൽ പലരും ബൈബിൾ മാറാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ കൈകളിൽ എത്തി എന്നല്ലേ വിശ്വസിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയപരവും വിശ്വാസപരവുമായ സമ്മർദ്ദങ്ങൾ ബൈബിളിനെ കോപ്പി ചെയ്യുമ്പോൾ പോലും ബാധിച്ചിരുന്നു. അങ്ങനെ ദൈവവചനത്തിന് പോലും രാഷ്ട്രീയത്തിൽ നിന്നും വിശ്വാസികളിൽ നിന്നും രക്ഷയില്ല.